നമ്മുടെ അശ്വനോട് സിന്ധു കൃഷ്ണ നീ ചാറിൽ മുക്കി നക്കിയാൽ മതി, കോഴിക്കാലൊന്നും വാശി പിടിക്കേണ്ട, അതൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ തിന്നട്ടെ എന്ന് പറഞ്ഞു എന്നാണല്ലോ എല്ലാവരുടെയും പരാതി. സിന്ധു കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം അവർ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന സ്ത്രീയാണ്. അവരുടെ ഈ 5 പെൺകുട്ടികളെയും കൃഷ്ണകുമാറിൻ്റെ ഒരു 1/4 ഭാഗം കോൺട്രിബ്യൂഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 3/4 ഭാഗവും അവരുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ പൈസ കൊണ്ട് 5 കുട്ടികൾ നല്ല രീതിയിൽ ജനിച്ചു വളർന്നു. അപ്പോൾ ഈ കുട്ടികൾ വളരുമ്പോൾ അവർ കാണുന്നത് എന്താ, കൂടുതലും അമ്മയുടെ ഭാഗത്തു നിന്നാണ് അവർക്ക് ജീവിതത്തിൽ സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടായിട്ടുള്ളത്. അവരും അവരുടെ ജീവിതത്തിൽ തന്നെ പ്രാക്ടിക്കലാക്കുള്ളൂ. നമ്മുടെ ദിയാകൃഷ്ണ അശ്വിനെ വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യം, ഒരു തേപ്പ് കഴിഞ്ഞിട്ട് ആ സൗഹൃദ സംഘത്തിലെ ഒരാളായ അശ്വിനെ തന്നെ കാമുകൻ്റെ മുഖത്ത് അടിക്കുന്ന പോലെ ഒരു പ്രതികാരത്തിലൂടെ വിവാഹം കഴിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവർ ഗാഢമായ പ്രണയമൊന്നും അശ്വിനുമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അശ്വിനെ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനായിട്ട് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. കാരണം ഫീമെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അവരാണ് കൂടുതലും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്താടി ഏതാടി എന്ന് ചോദ്യം ചെയ്യുന്ന മസിൽ പവറുള്ള ഒരു മനുഷ്യനെ അവർക്ക് ആവശ്യമില്ല. അവരുടെ ജീവിതം ഡിസൈൻ ചെയ്യുന്നത് അവരാണ്, അവരുടെ ആഭരണ ഡിസൈൻ പോലെ തന്നെ. പ്രസവക്കിടക്കയിൽ എണീറ്റിരുന്ന് ദിയാകൃഷ്ണ 4ാമത്തെ ദിവസം പോലും തൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ പ്രൊമോഷൻ കൊടുത്തത് നിങ്ങൾ കണ്ടു. അതിൻ്റെ അർത്ഥം എന്താ, ആ ജീവിതത്തിൻ്റെ ചുമതല മുഴുവൻ ആ സ്ത്രീക്കാണ് എന്നുള്ളതാണ്. അവരുടെ ഫാമിലിയിൽ മെയിൻ ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത് ദിയാകൃഷ്ണയാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും തൻ്റെ ബിസിനസ്സോ അല്ലെങ്കിൽ തൻ്റെ ജോലിയോ മാറ്റി വയ്ക്കാൻ പറ്റില്ല. വേറൊരാൾ അതൊക്കെ നോക്കി നടത്തും, അല്ലെങ്കിൽ അശ്വൻ അതൊക്കെ നോക്കി ചുമതലാപൂർവ്വം നിർവഹിക്കും എന്നുള്ളൊരു ആശ്വാസം കണ്ടെത്താനുള്ളൊരു വ്യക്തിത്വം അശ്വനില്ല. അതുകൊണ്ട് തന്നെ ഒരു പൂച്ചക്കുട്ടി ഹസ്ബൻഡിനെയാണ് അവരും പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ അശ്വിനെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാര്യയുടെ ഓവർ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അയാൾ എൻജോയ് ചെയ്യുകയാണ് ഇപ്പോഴൊക്കെ. കാരണം അയാൾ ചെറുപ്പമാണ്, അപ്പോൾ അയാൾക്ക് ജോലിക്ക് പോകണ്ട, രാവിലെ തൊട്ട് ഭാര്യയുടെ പ്രൊമോഷനും ഫോട്ടോഷൂട്ടും റിസോർട്ടും വീഡിയോ, യൂട്യൂബ് വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറകെ നടന്ന് കൊടുത്താൽ മതി. അപ്പോൾ അയാൾ റിയലി എൻജോയ്. ഇനി ഈ കാലഘട്ടമൊക്കെ മാറുന്ന സമയത്ത് ഇവരുടെ ജീവിതത്തിൽ വീണ്ടും കുട്ടികൾ വരും. ഈ മധുവിധ കാലഘട്ടത്തിലെ ആ സ്വീറ്റ്നെസ് ഒക്കെ പോയി കഴിയുമ്പോൾ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വരുമ്പോൾ അശ്വിന് കുറച്ച് റിയാക്ട് ചെയ്യേണ്ടി വരും. അയാൾ ഓൾറെഡി ഒരു ബ്രാഹ്മണനായതുകൊണ്ട് അയാളുടെ ബ്രാഹ്മണിക്കൽ ഹെജിമണി അയാൾ പുറത്തേക്ക് എടുക്കും. അപ്പോൾ ദിയാകൃഷ്ണയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, മസിൽ പവറും മണി പവറും ഉള്ള ഒരു ഹസ്ബൻഡിൻ്റെ ആവശ്യമില്ല. ഇനി അശ്വിൻ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യത്തിന് മാത്രം ഭാര്യ വീട്ടിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഭാര്യാഗ്രഹേ 10 ദിനം പരമസുഖം, പിന്നെ പട്ടിക്ക് സമം എന്നാണ്. അപ്പോൾ ചുമ്മാ കുളിക്കുക, തിന്നുക, പിണ്ടിടുക, അങ്ങനെ ഒരു ഹസ്ബൻഡായിട്ട് ഇരിക്കണമെങ്കിൽ അയാൾക്ക് ഇരിക്കാം. ഒരു ഫീമെയിൽ ഡോമിനേഷനുള്ള ഒരു ദാമ്പത്യം, അതിൽ ഈ കോഴിക്കാലിന് വേണ്ടി വാശി പിടിക്കാതിരിക്കുക, നല്ല ദാമ്പത്യ ബന്ധത്തിന് അനുസരണാശീലം വളരെ വളരെ അത്യാവശ്യമാണെന്ന് നമ്മുടെ ഇന്നസെൻ്റ് പറയണ പോലെ അശ്വിൻ വളരെ അനുസരണയുള്ള ഹസ്ബൻഡായിട്ട് മാറുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല കാര്യം.